ശ്രീ മോഹൻ വർഗീസിലേക്കാണ് പോകുന്നത്. മോഹൻ വർഗീസ്, ഈ 5 വർഷത്തെ ഒരു യുദ്ധത്തിന് ശേഷം, സർക്കാരുമായുള്ള പോരിന് ശേഷം, അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത്, ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങിയിരിക്കുകയാണ്. പകരം ആർലേക്കർ വരികയാണ്. 2-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം കേരളത്തിൻ്റെ പുതിയ ഗവർണറായി ചുമതലയേൽക്കും എന്നതാണ് നമ്മുടെ മുന്നിൽ ഉള്ള ഒരു വസ്തുത. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള അനുഭവങ്ങൾ മുൻനിർത്തി ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ പുതിയ ഗവർണറെയും ഇവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുക? ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോടുള്ള ഒരു സമീപനമാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. അതൊരു പക്ഷേ അടുത്ത ഗവർണർ, ഇനി വരാനിരിക്കുന്ന ആർലേക്കർ, ഒരുപക്ഷെ ആ നിലപാടുകളുമായി മുന്നോട്ട് പോയേക്കാം. ആ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം സർവകലാശാല തലത്തിൽ നിയമനങ്ങളുടെ കാര്യത്തിൽ സുതാര്യതയില്ല എങ്കിൽ, വൈസ് ചാൻസലർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. നോക്കൂ, കഴിഞ്ഞ ഗവർണർ, ഔട്ട് ഗോയിങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ത്രിതല പോരാട്ടമാണ് തുടങ്ങി വെച്ചത്. ആ ത്രിതല പോരാട്ടത്തിൽ ആദ്യത്തെ തലമെന്ന് പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് കോൺഫ്ലിക്റ്റാണ്. ആ ലെജിസ്ലേറ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഗവർണറുടെ ചുമതലയാണ് തനിക്ക് നേരെ വെച്ച് നീട്ടുന്ന ബില്ലുകൾ, നിയമസഭ പാസ്സാക്കിയ ഭൂരിപക്ഷമുള്ള പാർട്ടി ഭരിക്കുന്ന സർക്കാർ താല്പര്യമുള്ള നിയമം ബില്ലുകൾ പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണറുടെ പ്രൊറോഗറ്റീവാണ് അത് അതുപോലെ ഒപ്പിട്ട് കൊടുക്കുക എന്ന്. അല്ല എങ്കിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയമുള്ള ഭാഗം അടയാളപ്പെടുത്തി ഹി ക്യാൻ സെൻഡ് ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് ആ റീകൺസിഡറേഷന് വേണ്ടി അപൂർവമായിട്ട് മാത്രമേ പോയുള്ളൂ എന്നതാണ് പ്രധാനമായി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെയുള്ള ആരോപണം. അതിന് പകരം അദ്ദേഹം ഒരു തരത്തിലുള്ള പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ബില്ലിന്മേൽ തീരുമാനമെടുക്കാതെ ബില്ല് കൈവശം വെച്ച് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുക. അത് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്ന പോലുമില്ല, കൈവശം വെച്ചിരിക്കുക. അമേരിക്കയിലൊക്കെയുള്ള പോക്കറ്റ് വീറ്റോ പോലെയൊരു സംവിധാനം ഇന്ത്യയിലില്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം, അതിൻ്റെ ഫലം ലഭിക്കത്തക്ക രീതിയിൽ ഗവർണർ ഇത് തടസ്സപ്പെടുത്തി. അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്ക് ഉണ്ടായി എന്ന രീതിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള പരാതി പ്രധാനമായും ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു തലമെന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവാണ്. അവിടെ നിയമനങ്ങളാണ്, സർക്കാർ നടത്തുന്ന നിയമനങ്ങൾ. ആ നിയമനങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കേണ്ട കോടതിയാണ്. പക്ഷേ അവിടെ വരെ എത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഔചിത്യബോധം ചൂണ്ടിക്കാട്ടുക, അത് തീർച്ചയായും ഗവർണർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഗവർണർ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്. കാരണം അദ്ദേഹമാണല്ലോ ചാൻസലർ. അദ്ദേഹത്തെ ചാൻസലർ ആക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹിതപ്രകാരമല്ലല്ലോ, അത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിയമപ്രകാരമുള്ള കാര്യമല്ലേ. അവിടെ അദ്ദേഹം അതിനകത്തുള്ള പരിശോധന നടത്തി. അപ്പോൾ അവിടെയും എക്സിക്യൂട്ടീവ് തലത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അത് മൂന്നാമത്തെ തലത്തിലേക്ക് സ്പിൽ ഓവറാണ്. അപ്പോൾ കോടതിയിലേക്ക് ഇത് പോകുന്നത് ഒരു സ്പിൽ ഓവർ ഇഫക്റ്റാണ്. അപ്പോൾ ആ ഒരു സ്പിൽ ഓവർ ഇഫക്റ്റിൽ പലപ്പോഴും ഭരണകൂടത്തിനും ഗവർണർക്കും തിരിച്ചടി ഉണ്ടായ ഒരു സമനിലയിൽ പിരിയുന്ന കാഴ്ചയാണ്. പക്ഷേ ഇവിടെ വ്യത്യസ്തനായ ഗവർണറായി മാറുന്നത്, നമുക്ക് അടുത്ത ഗവർണറിലേക്ക് വരാം. പക്ഷേ ഈ ഗവർണർ, ഔട്ട് ഗോയിങ് ഗവർണർ വ്യത്യസ്തനായത് 4ാമത്തെ ഒരു തലത്തിലേക്ക് പോയി. അത് 4th എസ്റ്റേറ്റിലേക്ക് പോയി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയും കടന്നിട്ട് അത് പൊതുജന സമക്ഷം അത് മാധ്യമങ്ങളിലൂടെ തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബൊക്കെയ്സ് ആൻഡ് ബ്രിക്ക് ബാറ്റ്സ് ലഭിച്ചു. ബൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ മനസ്സിൽ എക്കാലവും കൊണ്ടു നടന്ന കാര്യങ്ങൾ, പ്രതിപക്ഷമൊന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് ജനം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഗവർണറുടെ, ഭരണകൂടത്തിൻ്റെ തലവനായ ഗവർണറുടെ വായിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് പലരുടെയും കാതിനിമ്പമാകുന്ന കാഴ്ച കണ്ടു. അതൊരു പക്ഷേ ഭരണകൂടത്തിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഭരണകൂടത്തിനോ സഹിക്കാവുന്നതിന് അത് ഉപരിയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ വ്യക്തിപരമായിട്ട് എടുത്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സ്ഥാപനത്തെ, ഗവർണർ എന്ന സ്ഥാപനത്തെ തുച്ഛീകരിച്ചുകൊണ്ട് വ്യക്തിയിലേക്ക് പോരാട്ടം ക്രമീകരിച്ചു. അതുകൊണ്ടാണ് തെരുവിൽ തടയാനായി ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തെ തെരുവിൽ തടയാൻ ആളെ ഏർപ്പെടുത്തിയതും. അതിനെതിരെ ഗവർണർ കുറച്ചൊക്കെ കായികമായി തന്നെ വെല്ലുവിളിക്കുകയും പോർവിളി നടത്തുകയും ചെയ്ത് പുതിയ ഗവർണർ, എനിക്ക് തോന്നുന്നത് പുതിയ ഗവർണർ മിതഭാഷിയാണ്. അദ്ദേഹത്തിന് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം വലിയ വിവാദങ്ങളൊന്നും ചാടിയിട്ടുള്ള ആളല്ല, ഗോവാക്കാരനാണ്. അദ്ദേഹത്തിനൊരു പക്ഷേ BJP RSS പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം ഒരുപക്ഷെ
ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ശാഖയിലൂടെ വളർന്നു വന്ന ആളാണ്. അതെ, അതുകൂടി മറക്കണ്ട. വളരെ ചെറുപ്പത്തിൽ തന്നെ RSSലൂടെ വളർന്നു വന്ന ആളാണ്. 100% സംഘപരിവാർ താല്പര്യങ്ങളുള്ള ആളുമാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇനി വരാൻ പോകുന്ന കാര്യം നമുക്ക് മുൻകൂട്ടി പറയാനാവില്ലല്ലോ. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതാണ്, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പബ്ലിക് പോസ്ചറിങ് ആയിരിക്കും. പക്ഷെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെ ആയിരിക്കണം വരുന്നത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ കൊളുത്തി വെച്ച ഒരു ദീപശിഖയുണ്ട്. അതായത് ഇപ്പം ജനം അവെയറാണ്. ഗവൺമെൻറ് ഇത്രയും കാലം നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ സുതാര്യത വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നത് ഇപ്പോൾ പബ്ലിക് സ്പേസിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അതിനെ ഒരറ്റത്ത് പിടിച്ച് കെട്ടാനായി ഒന്നൊന്നായി പൊളിച്ചെടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്നൊന്നായി കാര്യങ്ങൾ ക്രമീകരിച്ച് പോകാനായി നിയമം അനുവദിക്കുന്നതിൻ്റെ ഏതറ്റം വരെ പോകാനും പുതിയ ഗവർണർ തയ്യാറാവും. അതൊരു പബ്ലിക് ഗുഡിന് വേണ്ടി എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല, അത് പബ്ലിക് ഗുഡിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും പുതിയ ഗവർണർ, തീർച്ചയായും ആർലേക്കർ എന്ന പുതിയ ഗവർണർ തീർച്ചയായും ഓർമ്മയിൽ തങ്ങി നിൽക്കും. അതുകൊണ്ട് മാധ്യമങ്ങളോട് കാര്യമായി സംവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം എല്ലാ ദിവസവും തന്നെ പത്രസമ്മേളനം വിളിച്ച് സംവദിക്കുന്ന പോലെ അതൊക്കെ ഒരു എക്സസസ് ആണ്, ഒരു വ്യക്തിയുടെ പ്രത്യേകത മാത്രമാണ്. അത് ഗവൺമെൻറ് ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുത്തി കാണേണ്ടതല്ല. ആ ഓഫീസ് പാലിക്കേണ്ട ചില അത്യാവശ്യം ചില സോബറിറ്റി ഉണ്ട്. അതൊരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വ്യക്തിപരമായൊരു സവിശേഷതയാണ് പെട്ടെന്ന് പ്രതികരിക്കുക എന്നത്. അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളായിരിക്കില്ല പുതിയ ഗവർണർ ആർലേക്കർ. അദ്ദേഹം പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായ നിലപാടുകൾ എടുക്കുകയും അത് ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തി നിൽക്കുകയും അങ്ങനെ വന്നാൽ 2 തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. 2 തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് മുൻപ് റിഹേഴ്സൽ എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നീലിമ. ഇവിടെ ആർലേക്കർ ഇത് പക്ക രാഷ്ട്രീയമാണ്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലാണല്ലോ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആർലേക്കർ എന്ന വ്യക്തി ഗോവയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഗോവയിൽ ക്രൈസ്തവ സമൂഹത്തിന് നിർണായക ഇടമുള്ള, സ്വാധീനമുള്ള, നമ്പേഴ്സുള്ള ഇടമാണ്. അവിടുത്തെ കത്തോലിക്ക സഭയുമായും ക്രൈസ്തവ വിഭാഗങ്ങളുമായും വളരെയധികം അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് ആർലേക്കർ. അങ്ങനെ ഒരാൾ കേരളത്തിലേക്ക് വരുന്നത് തികച്ചും യാദൃച്ഛികമായി കാണാനാവില്ല. ഒരു റുട്ടീൻ ട്രാൻസ്ഫർ എന്ന നിലയിൽ ബീഹാറിൽ നിന്നൊരാൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്നൊരാൾ ബീഹാറിലേക്ക് പോയി, ആ രീതിയിൽ തുച്ഛീകരിച്ച് കാണാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തെ ഇവിടേക്ക് നിയോഗിക്കുമ്പോൾ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ക്രൈസ്തവ സമൂഹവുമായി ഒരു പാലം പണിയുക എന്ന ഒരു വ്യക്തമായ സുചിന്തിതമായ അജണ്ടയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് പുതിയ ഗവർണറുടെ നിയമനം ഉണ്ടായിരിക്കുന്നത് എന്നാണ്.